വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന് മാറ്റിട്ട് വ്യത്യസ്തനാമൊരു പച്ച മനുഷ്യൻ ബാലനെ സത്യത്തിൽ നിങ്ങൾ തിരിച്ചറിയണം. ഒരു ബ്ലോക്ക് കാരണം പെരുമ്പാമ്പാണ്. അപ്പൊ നമ്മൾ ഈ കൊടയുമായി പുറത്തിറങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? 4 ഭാഗത്ത് ഈശ്വരന്മാരെ എന്ന് വിചാരിച്ചിട്ട് പെരുമ്പാമ്പിനിട്ട് കുത്തു. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? കറണ്ട് അഫേഴ്സ് നമ്മൾ ഇന്ന് പഠിക്കുകയാണ് കൂട്ടുകാരെ. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അതുപോലെ ഇനിയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടുപഠിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കറണ്ട് അഫേഴ്സിൽ 100% ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നോക്കൂ, അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങള് ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങളോട് പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ജസ്റ്റ് ആ ലൈക്ക് ഒന്ന് അടിക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്താനും ഓർമ്മിക്കുന്നതാണ്. നോക്കൂ, അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് കിരീടം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ? അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. മക്കളെ, ഈ ഒരു ടൂർണമെന്റ് എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്? അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് നടന്നത് മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു. മലേഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പിനകത്ത് വിജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ തുടർച്ചയായി 2ാം തവണയാണ് ഇങ്ങനെ വിജയിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ കപ്പടിച്ചത്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തുന്നു. വേദി ഓർത്ത് വെച്ചേക്ക്, നമ്മൾ കഴിഞ്ഞ മാസം പഠിച്ചിരുന്നു മലേഷ്യ. അണ്ടർ 19 2020 വനിതാ ലോകകപ്പിൽ 7 മത്സരങ്ങളിൽ നിന്ന് 309 റൺസും 7 വിക്കറ്റും സ്വന്തമാക്കിയ താരം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരായിരുന്നു ഈ ഒരു ലോകകപ്പിൽ ചോദിച്ചാൽ ജി തൃഷ എന്ന് പഠിച്ചു വെച്ചേക്കുക. ആരാടാ മക്കളെ? ജി തൃഷയാണ് കേട്ടോ. അവരുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജി തൃഷ എന്നുള്ള പേര് ഓർക്കണേ. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് വൈഷ്ണവി ശർമ്മയാണ്. അപ്പൊ ബോളർ ആരാണ്? വൈഷ്ണവി ശർമ്മ. അവിടെ അടിക്കാൻ ബാറ്റുമായി നിൽക്കുന്നു ആരാണ്? ജി തൃഷ. സിനിമാ താരം തൃഷ ആലോചിച്ചോ. സിനിമാ താരം തൃഷ അവിടെ അല്ലേ ബാറ്റുമായി നിൽക്കുകയാണ്. ബോൾ എറിയുന്ന ആരാണ്? വൈഷ്ണവി ശർമ്മയാണ്. ആലോചിച്ച് പഠിക്കുക. അടുത്തിടെ ഫിയസ്റ്റ് അഥവാ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന രൂപത്തിലൊരു സോഫ്റ്റ്വെയർ. അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം? ഫിയസ്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പുറത്തിറക്കിയ സ്ഥാപനമാണ് ഇസ്രോ അഥവാ ISRO. പഠിച്ചു വെച്ചേക്കണേ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി എവിടെയാണ്? വിജയിച്ചതാരാണ്? നമ്മൾ അണ്ടർ 19 2020 ലോകകപ്പ് മലേഷ്യയിൽ നടന്നു, ജയിച്ചത് ഇന്ത്യ എന്ന് പറഞ്ഞു. അതുപോലെ നോട്ട് ചെയ്ത് വെക്കണം. ICCയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ചാമ്പ്യൻസ് ട്രോഫി. അത് നടന്നത് പാകിസ്ഥാനിലാണ്. ശ്രദ്ധിക്കണം. എന്നാൽ ഫൈനൽ മത്സരം എടുത്തു ചോദിക്കാം, നടന്നത് പാകിസ്ഥാനിലല്ല. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ നടന്നത് എവിടെയാണോ? ദുബായ് ആണ് മക്കളെ. ദുബായിൽ പോയിട്ട് ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം ഇന്ത്യ കപ്പടിച്ചു. എല്ലാവരും ഒന്ന് പത്രമാധ്യമങ്ങളൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പരീക്ഷാ ഹാളിന് ഓർമ്മ ഉണ്ടാവണേ. ICC ചാമ്പ്യൻസ് ട്രോഫി നേടി ഇന്ത്യ. വേദി പാകിസ്ഥാൻ. ഫൈനൽ മത്സരം നടന്ന വേദി ദുബായ്. പ്ലെയർ ഓഫ് ദി സീരീസ് ആരായിരുന്നു? ഈ ഒരു ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി സീരീസ് രച്ചിൻ രവീന്ദ്ര. ആരാടാ മക്കളെ? രച്ചിൻ രവീന്ദ്ര. പഠിച്ചു വെച്ചേക്കണേ. കൂടുതൽ വിക്കറ്റ് നേടിയത് മാറ്റ് ഹെൻറിയും പ്ലെയർ ഓഫ് ദി സീരീസ് രച്ചിൻ രവീന്ദ്രയുമാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം, നല്ല അടിപൊളി പുരസ്കാരമാണ്. സ്റ്റേറ്റ് സർക്കാർ നൽകുന്ന നിശാഗന്ധി പുരസ്കാരം അല്ലേ? ആ പുരസ്കാരം കിട്ടിയത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഒന്ന് പഠിച്ചു വെച്ച എല്ലാവരും. നിശാഗന്ധി പുരസ്കാരം രാജേന്ദ്ര ഗംഗാനി ഏത് മേഖലയിൽ പ്രസിദ്ധനാണ്? ചോദിക്കാം. കഥക് കലാകാരനാണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി നിശാഗന്ധി പുരസ്കാരം കിട്ടി. ഒരു മാർക്ക്. ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ അല്ലെ? പച്ച മനുഷ്യൻ എന്ന് കേൾക്കുമ്പോൾ ഈ ഫോട്ടോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പച്ച കളറ് ടീഷർട്ട് ഒക്കെ ഇട്ട് നിൽക്കുന്ന പച്ച മനുഷ്യൻ. ആരാണ് പച്ച മനുഷ്യൻ? ഇത് ടെലഗ്രാമില് ഞാൻ പുലർച്ചെ 5:30 ഒരു ക്ലാസ് ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ പാടി പിള്ളേരൊക്കെ നല്ല ചിരിയായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു അല്ലേ? ഒരു പാട്ടൊക്കെ അല്ലേ? അപ്പൊ കല്ലൂർ ബാലൻ. അപ്പൊ പറഞ്ഞു വന്നത് ബാലട്ട കല്ലൂർ ബാലനാണ് പച്ച മനുഷ്യൻ. ആ സിനിമ കണ്ടറിയാം അല്ലെ?
എല്ലാവരെയും സഹായിച്ച് അല്ലെ, എല്ലാവരോടും ഭയങ്കര ഇഷ്ടമുള്ള പച്ചയായ ഒരു മനുഷ്യൻ, ആ ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ ചെയ്തത്. അപ്പൊ പച്ച മനുഷ്യൻ ഇനി ബാലനാണ് അല്ലെ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന് മാറ്റിട്ട് വ്യത്യസ്തനാമൊരു പച്ച മനുഷ്യൻ ബാലനെ സത്യത്തിൽ നിങ്ങൾ തിരിച്ചറിയണം, ഒരു മാർക്ക് കിട്ടും. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലെ സ്ത്രീകളിൽ നിന്നും തെരഞ്ഞെടുത്ത രാജ്യത്തെ ആദ്യത്തെ പെൺ സ്കൂബ സംഘത്തിന്റെ പേരെന്താണ്? നല്ല അടിപൊളി പേരാണ്. ഗ്രാനൈറ്റ് അല്ല, ഗാനറ്റ്സ് അല്ലേ. അപ്പൊ നോക്കൂ, ഇവര് ചാടാൻ പോവുകയാണ്. എവിടെ? വെള്ളത്തിലൊക്കെ ചാടണം അല്ലെ. അപ്പൊ നിങ്ങൾ ഗ്രാനൈറ്റിൽ നിന്ന് അവർ ചാടുന്നോ, അല്ലെ അവർ ഗ്രാനൈറ്റുകൾ പെറുക്കി എടുക്കാൻ വേണ്ടി വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോന്നു. ഗ്രാനൈറ്റ് പെറുക്കാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ആലോചിക്കുക, ഗ്രാനൈറ്റ് എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടിയെന്നോ. ഗാനറ്റ്സ്. നോക്കൂ, അതിന്റെ കൃത്യമായുള്ള പേരോടെ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ദൗത്യത്തിലേക്ക് കണ്ടോ, അവരുടെ പേരാണ് ഗാനറ്റ്സ് കേട്ടോ. അപ്പൊ മുഖ്യമന്ത്രി അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷ 2025 നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്വരാജ് ട്രോഫി. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ സ്വരാജ് ട്രോഫി? ചെറിയ ചെറിയ പൊടിക്കയിലൂടെ നമുക്ക് ആലോചിച്ച് വെക്കാം. സ്വരാജ് ട്രോഫി ഈ പ്രാവശ്യം ലഭിച്ച മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. മക്കളെ പഠിച്ചു വെച്ചേക്കുക, കൊല്ലം മികച്ച ജില്ലാ പഞ്ചായത്ത്. രണ്ടാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം, അത് തിരുവനന്തപുരമാണ് സെക്കൻഡ്. അവിടെ ഞാനൊരു കാര്യം എക്സ്ട്രാ അഡീഷണലി പറയാം. ഇങ്ങനെ ഒന്നാം സ്ഥാനം ലഭിക്കുമ്പോൾ സ്വരാജ് ട്രോഫി ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ഒന്നാം സ്ഥാനം ലഭിക്കുമ്പോൾ 50 ലക്ഷം കിട്ടുക. പിന്നെ 2, 3 എന്നൊക്കെ പറയുമ്പോൾ 10 ലക്ഷം കുറവ്. രണ്ടാം സ്ഥാനമാണെങ്കിൽ 40 ലക്ഷം, മൂന്നാം സ്ഥാനമാണെങ്കിൽ 30 ലക്ഷം. ഇങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഒന്നാം സ്ഥാനം കിട്ടിയ ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ് ഈ പ്രാവശ്യം, 2 തിരുവനന്തപുരമാണേ. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യവും ഞാനിത് കഴിഞ്ഞ കൊല്ലം ഒരു കോഡാക്കിയൊക്കെ യൂട്യൂബ് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ബ്ലോക്കായ ഒരു കഥയാണ് പറഞ്ഞത്, കോഴിക്കോട് എനിക്കുണ്ട ഒരു അനുഭവം. അതുപോലെ ഒരു ചെറിയ ട്രിക്ക് പറയാം. നോക്കൂ, നമ്മളിങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ഒരു ബ്ലോക്കായി, റോഡിൽ ഫുള്ള് ബ്ലോക്കാണേ. അപ്പൊ ഇപ്രാവശ്യത്തെ സ്വരാജ് ട്രോഫി വീണ്ടും ബ്ലോക്കിൽ കിടക്കുക, ബ്ലോക്ക് പഞ്ചായത്ത്. നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു പെരുമ്പാമ്പാണ്. ബ്ലോക്കിന് കാരണം പെരുമ്പാമ്പാണ്. അപ്പൊ കഥ ചുരുക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. ബ്ലോക്കിന് കാരണം പെരുമ്പാമ്പാണ്. പുറത്തിറങ്ങി നോക്കി നമ്മളെ. അപ്പൊ ഈ പെരുമ്പാമ്പിനെ നമ്മൾ അവിടെ പായിപ്പിക്കണം. എന്താ ചെയ്യുക? ആ ഒരു കഥ ആലോചിക്കാൻ വേണ്ടിയില്ല. ബ്ലോക്ക് ആയ സമയത്ത് പുറത്തിറങ്ങി ഒരു പെരുമ്പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ ബ്ലോക്ക് കാരണം പെരുമ്പാമ്പാണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലൊരു കാലം കുടയുണ്ടല്ലേ, നല്ല നീണ്ടിട്ടുള്ള, അതിന്റെ മൂർത്ത ഒരു അഗ്രഭാഗം നിങ്ങൾ കാണല്ലേ കുടയുടെ, അത് വെച്ചൊരു കുത്തിയാൽ ആള് തന്നെ നല്ല വേദനയാവട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു കുട എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പൊ ബ്ലോക്ക് കാരണം പെരുമ്പാമ്പാണ്. അപ്പൊ നമ്മൾ ഈ കുടയുമായി പുറത്തിറങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? 4 ഭാഗത്ത് ഈശ്വരന്മാരെ എന്ന് വിചാരിച്ചിട്ട് പെരുമ്പാമ്പിനിട്ട് കുത്തും. പെരുമ്പാമ്പ് പോയ വഴി പിന്നെ കാണും അല്ലെ, ഒരൊറ്റ പോക്കായിരിക്കും പെരുമ്പാമ്പ്. അപ്പൊ ആലോചിക്കുക, പെരുമ്പാമ്പിനെ കാണുന്നു, നമ്മൾ കൊടയെടുക്കുന്നു, ഇറങ്ങുന്നു, 4 ഭാഗത്തും ഈശ്വരന്മാർ വിചാരിച്ച് കുത്തുന്നു. അപ്പൊ പെരുമ്പാമ്പിനെ കൊടയെടുത്തിട്ടില്ലേ, കൊടയെടുത്തിട്ട് ആ കരയിലുള്ള പെരുമ്പാമ്പിനെ എന്ത് ചെയ്യും? 4 ഭാഗത്ത് ഈശ്വരന്മാർ വിചാരിച്ച് കുത്തുന്നു. ആ പെരുമ്പാമ്പ് അങ്ങ് പോയിക്കോളും, ബ്ലോക്ക് ഒഴിവായി. അങ്ങനെ നമുക്ക് സുഖമായിട്ട് വീട്ടിലേക്ക് പോകാം. ആലോചിച്ച് വെച്ചേക്കുക, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് കൊടയെടുത്ത് കരയിലുള്ള പെരുമ്പാമ്പിനെ കുത്തിയത് കൊടകര, തൃശ്ശൂരാണ് അല്ലെ. ഈ അടുത്തൊരു കുഴൽപ്പണ വിവാദമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊടകര കുഴൽപ്പണ കേസ്. അപ്പൊ കൊടകര 2ാം സ്ഥാനത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത്. 3ാം സ്ഥാനത്തുള്ള ബ്ലോക്ക് പഞ്ചായത്താണ്. 4 ഭാഗത്തും ഈശ്വരന്മാരെ വിചാരിച്ചിട്ടാണ് കുത്തിയതിലെ നീലേശ്വരം. വേറെ നല്ല കോഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ജസ്റ്റ് കമന്റ് ചെയ്തോട്ടോ. ഇത് ഞാൻ ചുമ്മാ നമ്മുടെ പിള്ളേർക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പൊ പെരുമ്പാമ്പ്, കൊടകര, നീലേശ്വരം ആലോചിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടും. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് വരാം അല്ലെ. ഇത് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് സെൻസിൽ ആലോചിച്ച് വെച്ചോളൂ. പിള്ളേരോട് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് പറഞ്ഞാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് സ്വരാജ് ട്രോഫി ലഭിച്ചത്. മുമ്പൊക്കെ ഗ്രാമപഞ്ചായത്ത് നല്ല ഗ്രാമപഞ്ചായത്ത് അല്ലേ സ്വരാജ് ട്രോഫി കിട്ടുക. ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ വെളിക്കിരിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ വീട്ടിന്റെ ചുറ്റും ഇരിക്കുകയോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, തൊട്ട പിറകിൽ എന്തെങ്കിലും കാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിഞ്ഞ പ്രദേശങ്ങളുണ്ട്, അങ്ങോട്ട് പോകുമായിരുന്നു അല്ലെ. മുമ്പത്തെ കാലത്ത് ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും ചുറ്റുപാടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ പണ്ട് കാലത്ത്. അപ്പൊ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രാമങ്ങളിൽ പണ്ട് കാലത്ത് വെളിക്കിരിക്കുക എന്ന് പറഞ്ഞാൽ വേറെയും രസകരമായ വേറൊരു കോടൊക്കെ ആക്കാം. ഞാൻ ഇതാവുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവും അല്ലെ. അപ്പൊ വെളിക്കിരിക്കാൻ വേണ്ടി നമ്മൾ വല്ല അങ്ങനെ ഒഴിഞ്ഞു മാറി, ആരും കാണാണ്ട് ഒഴിഞ്ഞു മാറി മലയിലൊക്കെ പോകും, മലയിലൊക്കെ പോകും. എന്നിട്ട് അവിടെ പോയിട്ട് കാര്യം സാധിച്ച് തിരിച്ചു വരും. അപ്പൊ പണ്ടൊക്കെ വെളിക്കിരിക്കാൻ വേണ്ടി ഗ്രാമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞ അങ്ങനെ ഒഴിഞ്ഞു മാറി ആളറിയാണ്ട് മലയിലേക്ക് പോകായിരുന്നു. എന്നാൽ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളും ആയിക്കോട്ടെ, എന്താ സംഭവിക്കുക? മുറ്റത്ത് തന്നെ പോയി വെളിക്കിരിക്കുന്നില്ല, അവിടെ ടോയ്ലറ്റ് സൗകര്യവും ബാത്റൂം ഒക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിനുള്ളിലാണ്. ഒരു 10-20 വർഷം മുമ്പൊക്കെ മുറ്റത്തായിരുന്നു നമ്മുടെ ഈ പറയുന്ന സൗകര്യം.
അപ്പൊ വെളിക്കിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറി മലയിലേക്ക് പോയവർ ഇപ്പോൾ മുറ്റത്ത് തന്നെ കാര്യം സാധിക്കുമെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കിട്ടും. വെളിക്കിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറി മലയിലേക്ക് പോയവർ ഇപ്പം കാര്യം സാധിക്കാൻ മുറ്റത്ത് തന്നെ ഇരിക്കും. ഗ്രാമപഞ്ചായത്ത് സെറ്റല്ലേ? സെറ്റാണേ. അവിടെ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. വെളിയന്നൂർ കോട്ടയമാണ് അല്ലെ? അപ്പോ വെളിക്കിരിക്കുമ്പോ മുമ്പൊക്കെ ഒരു പുതപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇടും. അപ്പൊ ഒരു കോട്ടൊക്കെ ഇട്ട് വെളിക്കിരിക്കാൻ പോയി ആലോചിച്ചാൽ മതി. ഇപ്പൊ വെളിയന്നൂർ കോട്ടയമാണ്, ഉഴമലക്കൽ തിരുവനന്തപുരമാണ് അല്ലെ? ഇപ്പോ ഉഴമലക്കൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് തിരുവനന്തപുരം വരണം. അതുപോലെ തന്നെ മറ്റത്തൂർ തൃശ്ശൂർ ആട്ടാ, മറ്റത്തൂർ തൃശ്ശൂരാണ്. മറ്റത്തൂരുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിള്ളേർക്ക് ഈ ക്ലാസ് കാണുമ്പോൾ ഒരു പക്ഷെ ഒരു കാര്യം ഓർമ്മ വരും. മറ്റത്തൂർ മറ്റൊരു PSC കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഉത്തരമാണ് അല്ലെ? ആ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അത് ഓർമ്മയുള്ള ഒരാളുണ്ടാവും, കമന്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. മികച്ച മുനിസിപ്പാലിറ്റി ആയിട്ട് മക്കളെ ഗുരുവായൂർ വരികയാണ്. മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഗുരു വരികയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഗുരുവിനെ കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ മുനിസിപ്പാലിറ്റി, നിങ്ങളുടെ മുന്നിൽ ആ ഗുരു വരുന്ന സമയത്ത് നമ്മൾ വടക്കോട്ട് ഇങ്ങനെ നോക്കും, മുകളിലോട്ട് വടക്കോട്ട് നോക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അന്താളിച്ച് നിൽക്കുന്ന ആലോചിച്ചാൽ ചിലപ്പോ നമ്മള് ഗുരുവിനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ഗുരുനാഥന്മാര്, പണ്ട് പഠിപ്പിച്ച ടീച്ചറോ അല്ലെ മാഷ വന്ന നമ്മളെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് വടക്കോട്ട് നോക്കിയിട്ട് ഒന്ന് അന്താളിച്ച് പോകും. അയ്യോ എന്താ ചെയ്യാ മാഷ്, അയ്യോ എന്റെ ടീച്ചർ അല്ലെ? അപ്പൊ ഗുരുവിനെ കാണുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന കേരളത്തിലെ വളരെ പ്രഗത്ഭരായ അധ്യാപകരൊക്കെ അല്ലേ, അപ്പൊ അവരോടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബഹുമാനമാണ്. പലപ്പോഴും ഞാൻ കാണുന്നുണ്ട് നമ്മളെ പല സാറുമാരെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഈ പറയുന്ന PSCയിൽ നമ്മൾ കാണുന്ന ഐക്കണായിട്ട് നിൽക്കുന്ന സാറുമാരെ, ഇവരൊക്കെ കാണുമ്പോൾ നമുക്കുള്ളിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഇവരെ കാണുമ്പോൾ അന്താളിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാറുമാരെയൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. കേരളത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സാറുമാരല്ലേ, അപ്പൊ അവരൊക്കെ കാണുമ്പോൾ നമ്മൾ അന്താളിക്കില്ലേ? അപ്പൊ പഠിക്കാൻ വേണ്ടിയാ നമ്മളെ മുന്നിൽ വരുമ്പോൾ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മുനിസിപ്പാലിറ്റി പോയ സമയത്ത് അങ്ങനെയൊക്കെയാ നിങ്ങൾ ചിന്തിച്ച് കോഡാക്കുക. മുനിസിപ്പാലിറ്റി പോകുന്നു, ഗുരുവായൂർ അല്ലെ, വടക്കോട്ട് നോക്കുന്നു, അന്താളിക്കുന്നു. അപ്പൊ ഗുരുവായൂർ തൃശ്ശൂരാണ്, വടക്കാഞ്ചേരി തൃശ്ശൂരാണ്, ആന്തൂർ കണ്ണൂരാണ് അല്ലെ? മുമ്പൊരു ആൾ ആത്മഹത്യ ചെയ്ത ഇഷ്യൂ നീ ഓർമ്മയുണ്ട്, ആന്തൂർ നഗരസഭ. അപ്പൊ ആന്തൂർ നഗരസഭ 3ാം സ്ഥാനം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ നോക്കൂ, തിരുവനന്തപുരമാണ്. ജില്ലാ പഞ്ചായത്താണ് 1ാം സ്ഥാനം കൊല്ലത്തും, 2ാം സ്ഥാനം തിരുവനന്തപുരത്തും. എന്നാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ട്രിവാൻഡ്രമാണെന്ന് പഠിച്ചു വെക്കുക. 2025 നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടൊരു പോയിന്റ് ആണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി 22ാമത് ചരമവാർഷികം ആചരിക്കുന്ന ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാരെന്ന് ചോദിച്ചാല് സുനിത വില്യംസ്. ഒന്ന് എഴുതി വെക്കരുതേ, കാരണം പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നമ്മൾ സുനിത വില്യംസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി 22ാം ചരമവാർഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ 2003 ഫെബ്രുവരി 1, ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോ, സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉണ്ടാവും. 2003 ഫെബ്രുവരി 1-നാണ് മാഡം കൽപ്പന ചൗള നമ്മെ വിട്ടു പിരിഞ്ഞത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന യാത്രിക എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ഈ പ്രാവശ്യം 2025 PSC പരീക്ഷകൾ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് സുനിത വില്യംസ്. പഠിച്ചോളുക. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് മാഡം ഈ പറയുന്ന ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്നു എന്ന റെക്കോർഡ്. ആ റെക്കോർഡിന്റെ സമയം എത്രയാണ്? 62 മണിക്കൂറും 6 മിനിറ്റുമാണ്. ഇത് 9 തവണയായിട്ടാണ് സുനിത വില്യംസ് സ്പേസ് വാക്ക് നടത്തിയത്. ഒരൊറ്റ പ്രാവശ്യം, ഒരൊറ്റ കണ്ടിന്യൂസ് ആയിട്ട് 62 മണിക്കൂർ അല്ല, 9 തവണകളിലായിട്ട് 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ഇവർ നടന്നത്. നോക്കൂ, സുനിത വില്യംസ് ഈ അടുത്ത് തിരിച്ചു വന്ന വാർത്ത നമ്മളെ ഏവരെയും ശ്രദ്ധിച്ച് നമ്മളൊക്കെ സന്തോഷിച്ച് കണ്ടതല്ലേ. അപ്പൊ സുനിത വില്യംസിനൊപ്പം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയതും തിരിച്ചു വന്നതൊക്കെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലെ, കൂടെ ഉണ്ടായിരുന്ന ആള്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാർട്ണർ കാമുകനാണെന്നൊക്കെ ആലോചിച്ച് വെച്ചോ. ആലോചിക്കാൻ വേണ്ടി പറയാട്ടോ. കാരണം എന്താണ്? ബാരി ബുച്ച് വിൽമോർ എന്ന് പറഞ്ഞ ചങ്ങാതിയെ കുറിച്ച് പറയുമ്പോൾ ഈ കാമുകന്റെ കൂടെ ഇവർ പോയത് ഏത് വണ്ടിയിലാണെന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ പുറപ്പെട്ട വാഹനം. ഇവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട വാഹനം എന്ന് വെച്ചാൽ ഒരു ബോയി ആണല്ലോ, ബാരി ബുച്ച് വിൽമോർ. മക്കളെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു PSC പരീക്ഷയിൽ. അറിയാത്ത പിള്ളേരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്ക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാരി ബുച്ച് വിൽമോർ. ബുച്ച് വിൽമോർ ആണ് സുനിതയോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന വ്യക്തി, ബാരി ബുച്ച് വിൽമോർ. അപ്പൊ ഇദ്ദേഹം ഒരു ബോയി ആണ്. ഇദ്ദേഹം കാണാൻ നല്ല ഗ്ലാമർ ചെക്കനല്ല, നോക്കേ അല്ലെ, സ്റ്റാർ ആണ്, ഇവരുടെ ലൈനാണ്. ബോയി ആണ്, സ്റ്റാർ ആണ്, ഇതിന്റെ ലൈനാണ്. അങ്ങനെയാണ് അങ്ങോട്ട് പോയത്. പരദൂഷണം പറയാട്ടോ, എന്നാൽ നമുക്കൊരു മാർക്ക് കിട്ടണ്ടേ. അപ്പൊ ബോയിങ് സ്റ്റാർ ലൈൻ സ്പേസ് ക്രാഫ്റ്റ് അങ്ങനെ തന്നെ പഠിക്കണേ. എന്നായിരുന്നു ഇവർ പോയത്? 2025 ഇപ്പാണ് തിരിച്ചു വന്നതെങ്കിലും ഇവർ പോയത് 2024 ജൂൺ 5-നാണ്. പരിസ്ഥിതി ദിനം. പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് സുനിത വില്യംസ് പെട്ടെന്ന് വരാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ നീണ്ടു പോയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ബാരി ബുച്ച് വിൽമോറും സുനിത വില്യംസും അങ്ങോട്ട് പോയത് ബോയിങ് സ്റ്റാർ ലൈൻ. ആലോചിച്ച് നോക്കുക, ബോയിങ് സ്റ്റാർ ലൈൻ.
അങ്ങനെ 286 ദിവസം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. പഠിച്ചു വെക്കുക. 286 286 ദിവസത്തെ ബഹിരാകാശ ജീവിതം പൂർത്തിയാക്കിയ സുനിത വില്യംസ് ബുച്ച് വിൽമോറും സ്പേസ് എക്സിന്റെ നേതൃത്വത്തിൽ 2025 മാർച്ച് 19 ബുധനാഴ്ച പുലർച്ചെ 3:20 ഭൂമിയിൽ തിരിച്ചെത്തി. തിരിച്ചു വന്ന ദൗത്യത്തിന്റെ പേര് സ്പേസ് എക്സ് എന്നാണ്. സ്പേസ് എക്സ് ക്രൂ 10. ഇതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം കേട്ടോ. ഈ ഒരു ദൗത്യത്തിന്റെ പേര് സ്പേസ് എക്സിന്റെ ക്രൂ 10 എന്നാണെങ്കിൽ ഇതിനെ കൊണ്ടുവന്ന പേടകത്തിന്റെ പേര് ക്രൂ 9 എന്നാണ്. ഐ റിപ്പീറ്റ്, ശ്രദ്ധിക്കണം, ആ ഒരു ദൗത്യത്തിന്റെ പേര് സ്പേസ് എക്സ് 10 എന്ന് വെച്ചാൽ ക്രൂ 10 ആണ്. ഓക്കെ, 10. എന്നാൽ പേടകത്തിന്റെ പേര് ചോദിക്കുമ്പം സ്പേസ് എക്സിന്റെ ക്രൂ 9 ഡ്രാഗൺ എന്ന് പഠിച്ചു. ലാൻഡ് ചെയ്ത സ്ഥലം മെക്സിക്കൻ ഉൾക്കടലാണ്. മക്കളെ, എവിടെയാണ്? മെക്സിക്കൻ ഉൾക്കടലാണ് ലാൻഡ് ചെയ്തത്. ക്ലിയർ ആണോ? ഫ്ലോറിഡ തീരത്തോട് ചേർന്നുകൊണ്ട്. കടലിൽ നിന്ന് വീണ്ടെടുത്ത് കരയിലെത്തിച്ച കപ്പലിന്റെ പേര് MV മേഘൻ എന്നാണ്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UAE ആണ്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം UAE ആണ്. റിവർ ബ്ലൈൻഡ്നസ് എന്നറിയപ്പെടുന്ന ഓങ്കോസെർസിയാസിസ് പൊതുജനാരോഗ്യ പ്രശ്നം ഇല്ലാതാക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് നൈജർ. ഈ നേട്ടം കൈവരിച്ച 5ാമത്തെ രാജ്യമാണ് നൈജർ. ട്രക്കോമയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള അന്ധതയ്ക്കുള്ള 2ാമത്തെ പ്രധാന പകർച്ചവ്യാധിയാണ് എന്ത്? ഈ പറയുന്ന ഓങ്കോസെർസിയാസിസ്, റിവർ ബ്ലൈൻഡ്നസ് എന്നറിയപ്പെടുന്ന രോഗം. അതില്ലാതാക്കുന്ന ആഫ്രിക്കൻ രാജ്യം നൈജർ ആണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്ത് കലാപത്തിലെ അതിജീവിതയുടെ പേരാണ് സാക്കിയ ജാഫ്രി. പഠിച്ചു വെക്കുക, സാക്കിയ ജാഫ്രി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്ത് കലാപത്തിലെ അതിജീവിതയുടെ പേരാണ് സാക്കിയ ജാഫ്രി. കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിച്ച കർഷകനാണ് ചെറുവയൽ രാമൻ. കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിച്ച കർഷകനാണ് ചെറുവയൽ രാമൻ. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കാനുള്ള വിജിലൻസ് വകുപ്പിന്റെ ഓപ്പറേഷൻ, ആ സ്പോട്ട് പോയി ട്രാപ്പ് ചെയ്യുക. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കാനുള്ള വിജിലൻസ് വകുപ്പിന്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാല പരിഹാരമായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പാണ് സ്വറെയിൽ. എന്താണ് സ്വറെയിൽ? ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് കച്ചിലെ ഗുണേരി ഗ്രാമം. ജൈവ പൈതൃകമാണ് ഗുജറാത്തിൽ ആദ്യത്തെ കേന്ദ്രമായിട്ട് വരുന്നു ഗുണേരി. സംസ്ഥാനത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോള് പിരിവിനെ പരിഗണിക്കുന്നതിന്റെ മാനദണ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ 50 കോടിയിലേറെ ചെലവുള്ള റോഡും പാലവുമാണ്. മദർ തെരേസ ദ ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നവീൻ ചൗളയാണ്. ഇദ്ദേഹം അന്തരിച്ച മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. മദർ തെരേസ ദ ഓതറൈസ്ഡ് ബയോഗ്രഫി, നവീൻ ചൗള. ഏകദേശം 17 മിനിറ്റോളം 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യന്റെ പേരാണ് ഈസ്റ്റ്. സൂര്യൻ എവിടെ ഉദിക്കാറ്? ഈസ്റ്റ് അല്ലേ? അപ്പൊ സൂര്യൻ എന്ന് കേൾക്കുമ്പോൾ ചൈന, ആ ഒരു മേഖല ഈസ്റ്റ് ആലോചിക്കുക. ചൈന ഈസ്റ്റ് എന്താണ്? ഏകദേശം 17 മിനിറ്റോളം 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനില കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ. സ്ത്രീ സുരക്ഷയും ശാക്തീകരണത്തിനുമുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് മിഷൻ ശക്തി. ഇടുക്കിയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ അടുത്തിടെ കണ്ടെത്തിയ സുവർണ തലയുള്ള പക്ഷിയാണ്. ഏതാണത്? സിസ്റ്റിക്കോള എക്സിലിസ്. നല്ല പേരല്ലേ? രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഉറപ്പാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തുന്ന വീഴ്ചകൾ കണ്ടെത്താനും കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഈഗിൾ. മകളെ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഉറപ്പാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തുന്ന വീഴ്ചകൾ കണ്ടെത്താനും കോൺഗ്രസ് നിയോഗിക്കുകയാണ് ഈഗിൾ. അല്ലെ? ഒരു പരുന്തിങ്ങനെ നിരീക്ഷിക്കുന്ന പോലെ വളരെ സൂക്ഷ്മമായിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്നൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി. നോക്കൂ, 2025 ഫെബ്രുവരി 4-ാം തീയതി ലോക ക്യാൻസർ ദിനമാണെന്ന് കൂട്ടുകാർക്ക് അറിയാം അല്ലെ? ലോക ക്യാൻസർ ദിനമാണ്. ഈ പ്രാവശ്യം ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? യുണൈറ്റഡ് ബൈ യുണീക്ക്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 2025 ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. ലോക ക്യാൻസർ ദിനത്തോട് അനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. കൃത്യമായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം.
ഈ ഒരു ക്യാമ്പയിന്റെ അംബാസഡർ ആയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട താരം മഞ്ജു വാര്യർ ആണ് അല്ലെ. മേഡം മഞ്ജു വാര്യറിനെ കാണാൻ നിങ്ങൾക്ക്. അപ്പോ നോക്കൂ, ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. സ്തനാർബുദ ഗവേഷണത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുന്ന ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് IIT മദ്രാസ് ആണ്. സ്തനാർബുദ ഗവേഷണത്തിലാണ് കേട്ടോ. അർബുദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്തനാർബുദ ഗവേഷണത്തില് പുതിയ സാധ്യതകൾ തുറക്കുന്ന ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കിയത് IIT മദ്രാസ്. ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വെല്ലുവിളികൾ നേരിടാനായി അവതരിപ്പിച്ച പദ്ധതിയാണ് ഈ സ്വാമി H എന്നൊരു ട്രിക്ക് ഞാൻ കഴിഞ്ഞ ബജറ്റിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കൂട്ടുകാരെ, കേന്ദ്ര സംസ്ഥാന ബജറ്റ് എല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രാവശ്യം എഴുതുന്ന PSC പരീക്ഷയിൽ 100% ഉറപ്പാണ് ചോദ്യം വരും. ബജറ്റ് പഠിച്ചു പോകണം. അപ്പൊ ആ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. അവിടെ ഞാൻ സ്വാമി എന്ന് ഇങ്ങനെ പിരിച്ചിട്ട് എഴുതിയിരുന്നു അല്ലെ. SWAMI സ്വാമി എന്നൊരു സ്പേസ് H. അപ്പൊ സ്വാമിക്ക് അച്ഛൻ കൊടുത്ത ഫണ്ട് ഇട്ടിട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ ഈ പറഞ്ഞ വീടുകളുടെ ഒക്കെ പുനർനിർമ്മാണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ സ്വാമി ഫണ്ട് 2.0. അവയവ മാറ്റം കൂടാതെ തന്നെ ഹൃദയത്തെ സുഖപ്പെടുത്താനാക്കുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകൾ നിർമ്മിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. ഒരുപാട് വാഹന നിർമ്മാണങ്ങളൊക്കെ വരുന്നൊരു രാജ്യമാണ് ജർമ്മനി. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മനി എന്താണ് അവയവ മാറ്റം കൂടാതെ തന്നെ ഹൃദയത്തെ സുഖപ്പെടുത്താനാക്കുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകൾ നിർമ്മിക്കുന്നു. ആലോചിക്കുക, 1700 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള അറ്റമാഡ് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ച രാജ്യമാണ് ഇറാൻ. കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗം ചെയ്യുന്ന ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന AI ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യമാണ് മക്കളെ ഏത്? ബ്രിട്ടൻ. പഠിച്ചു വെച്ചേക്കുക. ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട്. ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട് അല്ലെ. ഈ പറയുന്ന കുടുംബശ്രീക്കാരെ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന പോലെ പോക്കറ്റ് മാർട്ട്, ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പോലെ കൊമേഴ്സ് പോർട്ടൽ പോക്കറ്റ് മാർട്ട് മറക്കത് ഇമ്പോർട്ടന്റ് ആണ്. 2025 ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ കാറ്റഗറിയിൽ വിജയിയായതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണത് പ്രജ്ഞാനന്ദയാണ്. 2025 ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ കാറ്റഗറിയിൽ വിജയിയായത് പ്രജ്ഞാനന്ദയാണ്. ലോക ചെസ്സിലെ വിംബിൾഡൺ, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം പ്രതീക്ഷിക്കാം. അതിനകത്ത് ഇങ്ങനെ വന്നാലോ, ഒരു ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടൂർണമെന്റ് ആണ് ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ. ഓർത്തു വെക്കുക. ആ ഒരു ടൂർണമെന്റിൽ വിശ്വനാഥ് ആനന്ദിന് ശേഷം വിജയിയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് പ്രജ്ഞാനന്ദ. ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുകേഷിനെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. 825 വർഷം പഴക്കമുള്ളതും 53 വർഷത്തിന് ശേഷം വീണ്ടും തുറക്കുന്നതുമായ കേരളത്തിലെ സിനഗോഗാണ് കടവുംഭാഗം സിനഗോഗ്, കൊച്ചി. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഥവാ BCCI നൽകുന്ന ആജീവനാന്ത പുരസ്കാരമായ CK നായിഡു പുരസ്കാരം കിട്ടിയത് സച്ചിൻ ടെണ്ടുൽക്കറിനാണെന്ന കാര്യം മറന്നു പോകണ്ട. നോക്കൂ, CK നായിഡു പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. BCCI നൽകുന്ന ആജീവനാന്ത പുരസ്കാരമാണ് CK നായിഡു പുരസ്കാരം. അത് ആദ്യമായിട്ട് കിട്ടിയത് ലാല അമർനാഥിനാണെന്ന കാര്യം മറന്നു പോകണ്ട. അത് ആദ്യമായിട്ട് കിട്ടിയത് ലാല അമർനാഥിനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് CK നായിഡു. ഒരു നല്ല ചോദ്യമാണ്, GK-യിൽ ചോദിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന താരം CK നായിഡു. മക്കളെ, 2024-25 ഇത് പ്രഖ്യാപിക്കുന്നെങ്കിലും 23-24 മികച്ച പുരുഷ താരത്തിനുള്ള അവാർഡ് കൊടുത്തു. അപ്പൊ ആ ടൈറ്റിൽ അറിയപ്പെടുന്നത് പോളി ഉംബ്രിഗർ എന്നാണ് കേട്ടോ. ഒരു കളിക്കാരനാണ് പോളി ഉംബ്രിഗർ മുൻപത്തെ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് 2023-24 വർഷത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പോളി ഉംബ്രിഗർ പുരസ്കാരം കിട്ടിയത് ബുംറയാണ്. ഉംബ്രിഗർ ജസ്പ്രീത് ബുംറ. പഠിച്ചോളുക, ജസ്പ്രീത് ബുംറ. മികച്ച വനിതാ താരം സ്മൃതി മന്ദാനയാണ്. 28 സംസ്ഥാനങ്ങളിലെ ഏറ്റവും പുതിയ വൈദ്യുതി നിരക്കുകൾ താരതമ്യം ചെയ്ത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിൽ ഗാർഹിക വൈദ്യുതി നിരക്ക് ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം അത് കേരളം എന്ന്. മക്കളെ, ഒരു നല്ല ചോദ്യമാണ്. ഒരു പക്ഷെ ചോദിക്കാം. ഒരു യൂണിറ്റിന് കേരളത്തിൽ 1.5 രൂപയാണ് കേട്ടോ. 77ാമത് സൈനിക ദിനത്തോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം ഇന്ത്യയിലുടനീളമുള്ള ബാറ്റിൽ ഫീൽഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഭാരത് രൺഭൂമി ദർശൻ സംരംഭം. ശ്രദ്ധിക്കണേ, ഭാരത്
രൺഭൂമി ദർശൻ സംരംഭം. ഭാരതത്തിലെ രണഭൂമികൾ ദർശിക്കാനുള്ള ഒരു പദ്ധതി. അവർ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ബാറ്റിൽ ഫീൽഡുകളെല്ലാം പോയി കാണുക എന്നൊരു ഉദ്ദേശവുമായി ഭാരത് രൺ ഭൂമി ദർശൻ സംരംഭം. സുഭദ്രയുടെ വീട് ഒഡീഷയിലാണ് അല്ലെ, അല്ലെങ്കിൽ സുഭദ്ര ഒടിഞ്ഞു കുത്തിന്നോ, അങ്ങനെ ആലോചിച്ച് വെക്കുക. സുഭദ്ര അല്ലെ, ഒരു മലയാളത്തിലുള്ള പേരല്ലേ. അപ്പൊ ഒഡീഷ. മക്കളെ, എന്താണ് സുഭദ്ര പ്രോജക്റ്റ്? 21 മുതൽ 60 വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടുള്ള ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള ഒഡീഷയിലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് സുഭദ്ര. അടുത്ത പോയിന്റ്, സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഐസ്പോട്ട് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം. ഐസ്പോട്ട്, ഐസ് അല്ല കേട്ടോ, ഐസ്പോട്ട് നെയ്ത്, ഐസ്പോട്ട്. ഇത് സെബിയുടെ ഒരു പോർട്ടലാണ്. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സെബി ആരംഭിച്ചൊരു പോർട്ടലാണ്. ഏത്? സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഐസ്പോട്ട്. ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം ഏതെന്ന് ചോദിക്കാം. അതിന്റെ പേരാണ്, അതൊരു താരമാണ് ന്യൂസിലാൻഡിൽ കേട്ടോ. നല്ല മാനം മുട്ടി നിൽക്കുന്ന അല്ലെ, മൗനത്തിലാണ് ആ ഒരു പർവ്വതം ആലോചിക്കുക. താരമാണ് പേര് താരനക്കി മൗനങ്ക. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ ജീവകാരുണ്യ പ്രവർത്തകനും ശതകോടീശ്വരനും ഷിയ ഇസ്മായിലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ വ്യക്തി. നോക്കൂ, നമ്മൾ ആഗാ ഖാൻ എന്നൊക്കെ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് നല്ല പരിചയം ഉണ്ടാവും. ആഗാ ഖാൻ കൊട്ടാരം ഓർമ്മയുണ്ടാവും. മുസ്ലിം ലീഗിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടല്ലേ പ്രസിഡന്റുമാരൊക്കെ ആദ്യകാലത്ത് പഠിച്ചില്ലേ. അപ്പൊ അതിനകത്ത് ആഗാ ഖാൻ ഓർമ്മയുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ആഗാ ഖാൻ എന്ന പേര് ഒരു മുസ്ലിമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്യുക. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ ഒരു ജീവകാരുണ്യ പ്രവർത്തകനും കോടീശ്വരനുമായ വ്യക്തിയായിരുന്നു ആഗാ ഖാൻ. 2025 അന്താരാഷ്ട്ര ക്വാണ്ടം വർഷമായിട്ട് ആചരിക്കുന്നു. ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2025 എന്തെല്ലാമായിട്ടാണ് UN ആചരിക്കുന്നത്. അതിലൊന്നും ഒന്നായിരുന്നു ക്വാണ്ടം. ബാക്കി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുള്ളവര്. അപ്പൊ ഒരു 2 ആഴ്ചക്കൊക്കെ ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ കിട്ടുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ട്രിക്ക്. അപ്പൊ അത്തരത്തിൽ ക്വാണ്ടം വർഷമായി ആചരിക്കാൻ യുനെസ്കോയുമായി സഹകരിക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ആണ് ഇത്? മഹാരാഷ്ട്ര. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഷിക വായ്പ ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളതും മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ സ്ഥാനം 9 കേട്ടോ. കൂടുതൽ കാർഷിക വായ്പയുള്ള സ്റ്റേറ്റിന്റെ കൂടുതൽ 9 കേരളം. സോയ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന ഓർമ്മക്കുറിപ്പിന്റെ കർത്താവ് ആരാണ്? സോയ്സ് കോഡ് ആണേ. സോയ്സ് കോഡ് കാണാം നിങ്ങൾക്ക്. സോയ്സ് കോഡ് കണ്ട ആരാണിത്? ബിൽ ഗേറ്റ്സിന്റെ പുസ്തകമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ഇതാ. 37ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി തൃശ്ശൂരാണ്. 37ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി തൃശ്ശൂരാണ്. എന്തായിരുന്നു പ്രമേയം? ഹരിത ഭാവിക്കു വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം. 37ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി തൃശ്ശൂരാണ്. അതിന്റെ പ്രമേയം ഹരിത ഭാവിക്കു വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി വേദി എവിടെയും ചോദിക്കാം. ഫ്രാൻസ് ആണ് മക്കളെ. AI ഉച്ചകോടി വേദി കഴിഞ്ഞ വർഷം ഫ്രാൻസ് ആണ്. സെമി കണ്ടക്ടർ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനായി ചിപ്പ് രൂപകൽപ്പനയ്ക്കുള്ള മികവിന്റെ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച് എവിടെയെന്ന് ചോദിക്കാം. എവിടെയാണത്? നോയിഡയിലാണ്. സെമി കണ്ടക്ടർ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനായി ചിപ്പ് രൂപകൽപ്പനയ്ക്കുള്ള മികവിന്റെ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് നോയിഡയിലാണ്. പഠിച്ചു വെക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് 15,000 രൂപ ധനസഹായം നൽകുന്ന തള്ളക്ക് വന്ദനം ആണോ? അല്ല. ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിൽ പറയാറുണ്ട്. കാരണം പിള്ളേരെ രസകരമായിട്ട് പല കോഡൊന്നും പറഞ്ഞാൽ ഇപ്പൊ എനിക്കിത് കണ്ടപ്പോ അങ്ങനെ ഓർമ്മ വന്നു. ഇതിന്റെ ഒരു പത്രക്കട്ടിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ തള്ളമാര്, പ്രത്യേകിച്ച് ഒരുപാട് വീട്ടമ്മമാരൊക്കെ ക്ലാസ് കാണുന്നുണ്ടാവും. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇല്ലേ, അവരെങ്ങനെ ഉന്തി പറഞ്ഞേക്കണം. നമ്മളെയൊക്കെ അമ്മമാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സ്കൂളിൽ വിട്ടുണ്ടാവുക. അപ്പൊ ആലോചിച്ച് നോക്കുക, തള്ളി ഇല്ലേ. അപ്പൊ നമ്മള് സ്കൂളിലേക്ക് പോകുന്നു, തള്ളയ്ക്ക് വന്ദനം കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർ ഇത് ക്ലാസ് കാണുന്നവർക്ക് ഇപ്പോ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 5:30 കറണ്ട് അഫയേഴ്സ് ഓഡിയോ രൂപത്തിൽ ക്ലാസ് എടുത്ത് ചാറ്റ് ചെയ്ത് കമ്പേഷൻ രൂപത്തിൽ ക്ലാസ്സുകൾ, ഡെയിലി എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ ജൂലൈ വരെ ASM പോലുള്ള പരീക്ഷ, സെക്രട്ടേറിയറ്റ് വരെയുള്ള പരീക്ഷ, മെയിൻസ്, ഇതൊക്കെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിനകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ചെറിയ ഒരു 100 രൂപ ഒക്കെ ഫീസ് വരുന്ന ഒരു ബാച്ചാണ്. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അല്ലാതെ നമ്മൾ ടെലഗ്രാമിലൂടെ, ചാനലിലൂടെ ഫ്രീ ക്ലാസ് അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അത് കൂടാതെ എക്സ്ട്രാ നമ്മുടെ ഫുൾ ടൈം പഠിക്കാൻ ഒരു കമ്പൈൻഡ് ടൈം ടേബിളും ഒരു ടീമായിട്ട് പഠിക്കാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. പ്രൈവറ്റ് ഗ്രൂപ്പാണ്. അതിനകത്ത് ജോയിൻ ചെയ്യണം വേണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചേ കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. തള്ളിക്ക് വന്ദനം. അനധികൃത കുടിയേറ്റം ആരോപിച്ച്
വിലങ്ങും ചങ്ങലയും അണിയിച്ചുകൊണ്ട് 104 ഇന്ത്യക്കാരെ തിരിച്ചയച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് അമേരിക്കയാണ്. അമേരിക്കയാണ്. അനധികൃത കുടിയേറ്റം ആരോപിച്ച് വിലങ്ങും ചങ്ങലയും അണിയിച്ച് 104ഓളം ഇന്ത്യക്കാരെ തിരിച്ചയച്ച രാജ്യം അമേരിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇന്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം തിരുനെൽവേലിയാണ്. തിരുനെൽവേലിയാണ്. ഇതിൽ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇന്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് തിരുനെൽവേലിയാണ്. അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഫിലിപ്പൈൻസ്. അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഫിലിപ്പൈൻസ്. 2025 ഫെബ്രുവരിയിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം, വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലേ, വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ ആർട്ടിക്കിൾ 21 ഒക്കെ പഠിക്കാറുണ്ട്. അതുപോലെ ആലോചിച്ച് വെക്കുക, അന്തസ്സോടെ മരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഈ നടപ്പിലാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് കർണാടകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ഉത്തരവിൽ ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്ന ഇറാനിലെ തുറമുഖത്തിന്റെ പേരാണ് മക്കളെ ചബഹാർ തുറമുഖം. നമ്മൾ മുമ്പത്തെ ക്ലാസ് പഠിച്ചിരുന്നു. ഇറാനില് ഇന്ത്യ ഒരു പുതിയ ടെർമിനൽ ആരംഭിച്ചത് ഏത് തുറമുഖത്താണ്? ചബഹാർ തുറമുഖം. അപ്പൊ തീർച്ചയായിട്ടും ആ ഇന്ത്യ വികസിപ്പിച്ച ടെർമിനലിന്റെ പേര് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഷഹീദ് ബഹഷ്കിയാണ്. ഷഹീദ് ബഹഷ്കി ടെർമിനൽ. ഷഹീദ് ബഹിഷ്കി ടെർമിനൽ മറന്നു പോകണം. അതുകൊണ്ട് തന്നെ അമേരിക്ക ബഹിഷ്കരിച്ചു. ആ പേര് പോലെ ഷഹീദ് ബഹിഷ്കി അമേരിക്ക ബഹിഷ്കരിച്ചു. കേസ് അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നത് അതിക്രമമാണെന്ന് വിലയിരുത്തിയ കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ഓർത്തു വെച്ചേക്ക്, നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടാണല്ലേ മദ്രാസ് ഹൈക്കോടതി. സിസ്റ്റം തകരാറിനെ തുടർന്ന് മധ്യപ്രദേശിലെ ശിവപുര ജില്ലയിൽ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനമാണ് മിറാഷ് 2000. മിറാഷ് 2000 ഓർത്തു വെച്ചേക്കുക. സിസ്റ്റം തകരാറിനെ തുടർന്ന് മധ്യപ്രദേശിലെ ശിവപുര ജില്ലയിൽ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനമാണ് മക്കളെ മിറാഷ് 2000. പ്രായപൂർത്തിയാകാത്തവർക്കുള്ള ലിംഗമാറ്റം നിരോധിച്ച രാജ്യമാണ് അർജന്റീന. അപ്പൊ പ്രായപൂർത്തിയാകാത്തവർക്കുള്ള ലിംഗമാറ്റം, മെസ്സിയുടെ നാടെന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, പ്രായപൂർത്തിയാകാത്തവർക്കുള്ള ലിംഗമാറ്റം നിരോധിച്ച രാജ്യം അർജന്റീന. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയല്ലേ ഫോർട്ട് വില്യം. ഈ ഫോട്ടോയിലേക്ക് കാണാൻ പറ്റും ഫോർട്ട് വില്യം. അത് ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് വിജയ് ദുർഗ് എന്നാണ്. ഫോർട്ട് വില്യത്തിന്റെ പേര് മാറ്റി വിജയ് ദുർഗ് കൊൽക്കത്ത. അവിടെയുള്ള ആസ്ഥാനത്തിന്റെ ഒരു കവാടമായ സെന്റ് ജോർജ് കവാടം ഉണ്ട് അവിടെ. ആ സെന്റ് ജോർജ് കവാടം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് ശിവജി കവാടം എന്നുമാണ്. വില്യം ഫോർട്ടിലെ സെന്റ് ജോർജ് കവാടം അറിയപ്പെടാൻ പോകുന്നത് ശിവജി കവാടം എന്നും വില്യം ഫോർട്ടിന്റെ പേര് എന്താക്കി മാറ്റി? ഫോർട്ട് വില്യത്തിന്റെ പേര് വിജയ് ദുർഗ്. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനത്താണ് ഛത്രപതി ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കട്ടാ. ശിവജി ആളൊരു ജപ്പാനായിരുന്നു. ശിവജി ജപ്പാൻ കേട്ടോ. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനത്താണ് ഛത്രപതി ശിവജിയുടെ പ്രതിമ? ടോക്കിയോ. പ്രത്യേകം പഠിക്കും, ടോക്കിയോ ജപ്പാൻ. സെന്റ് ജോർജ് കവാടത്തിന്റെ പുതിയ പേര് ശിവജി കവാടം. ഇന്ത്യയിലെ ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല നിലവിൽ വരുന്നത് അല്ലെ? കർഷകരിൽ വായ്പ എടുക്കുന്ന നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അതുപോലെ തന്നെ ക്വാണ്ടം വർഷമായി ആചരിക്കാൻ അല്ലെ ഇപ്രാവശ്യം തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതും മഹാരാഷ്ട്ര ഓർമ്മയില്ലേ? അപ്പൊ മൂന്നാമത്തെ ഒരു പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, AI സർവകലാശാല നിലവിൽ വന്നത് മഹാരാഷ്ട്ര. സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം ഏതാണ്? വെള്ളക്കടുവ രേവ മധ്യപ്രദേശ്. എന്താണ് ആ വര അല്ലെ? വെള്ളക്കടുവകളെ രേവ നല്ല വരയുള്ള രേവ കടുവ. സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ രേവ. ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്ത സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക്. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് 2424 കോടിയുടെ വായ്പാ പദ്ധതി നൽകുന്നത് ലോകബാങ്കാണ്. ലോകബാങ്കിന്റെ സഹായ സംവിധാനമായ പ്രോഗ്രാം ഫോർ റിസൾട്ട്, നല്ല റിസൾട്ട് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടാവും ആലോചിക്കാം. ലോകബാങ്കിന്റെ സഹായത്തോടു കൂടിയ സംവിധാനമായ പ്രോഗ്രാം ഫോർ റിസൾട്ട് രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2025 പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് മക്കളെ AI എന്ന് പറഞ്ഞാൽ തരംഗമാണ്. അതുകൊണ്ട് AI ബാലപ്രതിഭ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു 9ാം ക്ലാസ്സുകാരൻ മിടുക്കൻ കുട്ടിയുണ്ട് കേരളത്തിൽ. അദ്ദേഹത്തിന്റെ പേരാണ് റൗൾ ജോൺ ആജു. മീ ബോട്ട്. അദ്ദേഹത്തിന് പല ബോട്ടുകളുണ്ട്. മീന്റെ ബോട്ട് അല്ലേ, മീ ബോട്ട്.
മിബോട്ട് എന്ന പേരിൽ AI അധിഷ്ഠിത റോബോട്ട് ഇദ്ദേഹം നിർമ്മിച്ചു. 13 വയസ്സുള്ള കുട്ടിയെ ഇവിടെ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഒരു സെക്രട്ടേറിയറ്റ് OA, ഒരു LGS നേടാൻ വേണ്ടി കിടന്ന് വെപ്രാളപ്പെടുന്ന വിദ്വാന്മാരാണ് ഈ ക്ലാസ് കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ നമ്മളൊരു PSC പരീക്ഷ ക്രാക്ക് എന്ത് കഷ്ടപ്പാടല്ലേ. എന്നാൽ നോക്കൂ, ഈ കുട്ടി 13 വയസ്സിൽ ഏതെല്ലാം ലെവലിലേക്ക് എത്തുന്നു. പേരെന്താണ്? റൗൾ ജോൺ അജു. പഠിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു റിസൾട്ട് ഉണ്ടാവും മക്കളെ. എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ വിജയികളായത് ആരാണ്? 38ാമത് ദേശീയ ഗെയിംസ്, അതിനകത്ത് ഫുട്ബോൾ എന്ന് പറയുന്ന ഈവന്റിൽ വിജയിച്ചത് കേരളമാണ്. ഫൈനലിൽ ഉത്തരാഖണ്ഡിനാണ് തോൽപ്പിച്ചത്. ഇസ്കന്ദർ എം, സിക്കുകാരനല്ലോ, ഇതൊരു മിസൈലാണ്. എന്താണ് മിസൈൽ? ഇസ്കന്ദർ എം തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം ചോദിച്ചാൽ റഷ്യ എന്ന് എഴുതണം. റഷ്യ. ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനിക അഭ്യാസമായ സൈക്ലോൺ 2025 വീതി രാജസ്ഥാൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സൈനിക അഭ്യാസം, സംയുക്ത സൈനിക അഭ്യാസം എന്ത് പേര് അറിയപ്പെടുന്നു ചോദിക്കാം. വീർ ഗാർഡിയൻ അല്ലെ, ഗരുഡ, മിത്രശക്തി, അതുപോലെ തന്നെ സൈക്ലോൺ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരും. സൈക്ലോൺ ആണ്. അടുത്തിടെ IVF വഴി ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മൃഗഭ്രൂണങ്ങൾ എന്ന് ചോദിച്ചാൽ അത് കങ്കാരുവിൻ്റെതാണ്. കൂട്ടുകാരെ, എന്തിന്റെയാണ്? കങ്കാരു. കങ്കാരു കങ്കാരു. രാജ്യത്ത് നിലവിൽ വരുന്ന 19ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ 19ാമത് വരുന്ന റെയിൽവേ സോൺ. പഠിച്ചു വെക്കുക. 19ാമത് വരുന്ന റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം 2025 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതാ നോക്കിയേ മക്കളെ. മാഡം, മരിയ, വെറും മരിയ, മരിയ, ജസ്റ്റ് മരിയ ആരുടെ പുസ്തകമാണ്? സന്ധ്യാമേരി. മരിയയുടെ എന്നാണ് പുസ്തകം എഴുതിയത്? മേരി, മേരി, മരിയ, മേരി, മരിയ, മേരി. കിട്ടണം. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം 2025 ലഭിച്ചത് സന്ധ്യാമേരിയുടെ മരിയ, ജസ്റ്റ് മരിയ. ഗ്രാമവികസനത്തിനായി വികസിത ഗാവ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. സംസ്ഥാന സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നതിനുള്ള കാരണമാണ് ഹൃദ്രോഗം. ഹൃദ്രോഗം പഠിച്ചു പോണേ. 2024 സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല, തെറ്റിക്കരുത്, തിരുവനന്തപുരം ജില്ലയാണ്. 2025 ഫെബ്രുവരിയിൽ രാജിവെച്ച മണിപ്പൂരിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? മണിപ്പൂരിലെ മുൻ മുഖ്യമന്ത്രി ബീരൻ സിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക്, ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഞാൻ ഒന്ന് ബോക്സ് ആക്കി സ്റ്റാർ ഇടാം. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മഹാബലേശ്വറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാബലേശ്വറിലാണ്. ഇന്ത്യയിലെ 7 നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന കിങ് ഓഫ് ദി റോഡ്, വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. കിങ് ഓഫ് ദി റോഡ് ദി ഇന്ത്യ ടൂർ പരിപാടിയുടെ ഭാഗമായി തലസ്ഥാന നഗരമായ തിരുവനന്തപുരം സന്ദർശിക്കുന്ന വിഖ്യാത ചലച്ചിത്രകാരനാണ് വിം വെൻഡേഴ്സ്. നേരത്തെ പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പിലെ ഇതൊക്കെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാ പിള്ളേരെ രാവിലെ 5:30. കാരണം കുറച്ച് വിം എടുത്തിട്ട് നമ്മൾ ഇദ്ദേഹത്തിന് കൊടുത്തുപോയി അറിയാണ്ട് കളിക്കിയിട്ട്. ഇയാൾ ഇവിടെ വന്നു, ഒരു സിനിമാ സംവിധായകനൊക്കെയാണ്. അപ്പൊ ചലച്ചിത്രകാരനായിട്ടുള്ള ഒരു വ്യക്തി എവിടെ വരുന്നു? ജർമ്മനിയിൽ നിന്നും നമ്മുടെ തിരുവനന്തപുരത്ത് വരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ 7 നഗരങ്ങൾ സംഘടിപ്പിക്കുന്ന കിങ് ഓഫ് ദി റോഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വന്നാണ്. പക്ഷെ അവിടെ വിം കൊടുത്ത് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെന്റിലേറ്ററിലാക്കി കേട്ടോ. എന്താണ് അങ്ങനെ ആലോചിക്കുക? വിം വെൻഡേഴ്സ്. ഈ പേരൊക്കെ ഓർക്കാൻ വേറെ മാർഗമൊന്നുമില്ല. എന്താണ്? വിം വെൻഡേഴ്സ് എന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. വിം വെൻഡേഴ്സ്. സ്വാതി സംഘടനയുടെ അയ്യപ്പ പണിക്കർ പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ് മക്കൾ. ഒരുപാട് പുരസ്കാരങ്ങൾ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന K. ജയകുമാർ സാറിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിങ്കള കേശിനി എന്ന് പറയുന്ന കൃതിക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നു. ഞാൻ മുമ്പ് ക്ലാസ് എടുത്താണ്. അറിയുന്ന കൂട്ടുകാരെന്ന് കമന്റ് ചെയ്ത്. പിങ്കള കേശിനി അദ്ദേഹത്തിന്റെ കൃതിയാണ് പിങ്കള കേശിനി. അദ്ദേഹത്തിന് ഒരുപാട് കൃതികൾ നമ്മൾ മുമ്പ് PDF തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏത് അവാർഡാണ് കിട്ടിയത്? 2023 തെറ്റിപ്പോയതല്ല, 25 പ്രഖ്യാപിച്ചത്. എങ്കിലും 2023 കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടിയത് നമ്മുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള S. സോമനാഥ് സാറിനാണ്. 2025 AI ആക്ഷൻ ഉച്ചകോടിയുടെ വേദി നിങ്ങൾ പറഞ്ഞു ഫ്രാൻസ് ആണെങ്കിൽ 26 ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് ചോദിക്കും. സ്വാഭാവികമായിട്ടും ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്. ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ടു എയർ മിസൈലുകളിൽ ഒന്നായ
R-37M 6 വിക്ഷേപിക്കുന്നു റഷ്യ. ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ടു എയർ ആട്ടോ R-37 വയസ്സാക്കുന്ന എയറിലായിരിക്കും. ആലോചിക്കാം, 37 വയസ്സൊക്കെ ആയ എയറിലാണ്. ഇപ്പൊ തന്നെ 36 വയസ്സായി PSC ജനറൽ കാറ്റഗറിക്ക് പ്രായപരിധി തീരും. അപ്പൊ 37 വയസ്സായ എയറിലാവുന്ന ആലോചിക്കട്ടോ. മരിച്ചു പോകുന്ന റഷ്യ. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് അഥവാ വേവ്സ് കഴിഞ്ഞ ഒരു 6 മാസം സാർ വേറെ അല്ലേ പഠിപ്പിച്ച് ചിന്തിക്കേണ്ട, അതൊക്കെ വേറെ ആയതുകൊണ്ട് ഞാനിവിടെ പിക്ചർ കൊടുത്തു കേട്ടോ. അപ്പൊ 2025 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സിന്റെ വേദി, ആദ്യ പതിപ്പിന്റെ വേദി മുംബൈയാണ്. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് 2025 ഓർത്ത് വെച്ചേക്കട്ടോ. 2025 ബിംസ്റ്റെക് യുവജന ഉച്ചകോടി, മക്കളെ ബിംസ്റ്റെക്കിന്റെ യുവജന ഉച്ചകോടി നടന്നത് ഗുജറാത്തിലാണ് കേട്ടോ. 2025 ബിംസ്റ്റെക് യുവജന ഉച്ചകോടി ഏത് സംസ്ഥാനത്താണ് സംഘടിപ്പിച്ചു വെച്ചാൽ ഗുജറാത്തിലാണ്. ബംഗ്ലാദേശിലെ അക്രമവും നശീകരണ പ്രവർത്തനങ്ങളും തടയുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട്. ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട്. മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്തം എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. നമ്മുടെ നാട്ടിലാണ് ആലോചിക്കാം, ഒരുപാട് വൃദ്ധസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ പെറ്റ് വരികയാണ് ഇപ്പൊ ചുറ്റും. അപ്പൊ അത്തരത്തിൽ മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ചു കേരള ഹൈക്കോടതി. ഭക്ഷ്യ കാർഷിക സംഘടന ഉഗ്ബത്ത് എന്നൊരു പേരിട്ടുകൊണ്ട് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഒരു കാർഷിക പദ്ധതി ആരംഭിച്ചത് സോമാലിയയിലാണ്. വളരെ ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. അതുകൊണ്ട് ഭക്ഷ്യ കാർഷിക സംഘടന അവിടെ ഉഗ്ബാത്ത് അല്ലെ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടേ ഉഗ്ബാത്ത്. MTയുടെ സ്മാരകം നിലവിൽ വരാൻ പോകുന്ന സ്ഥലം മക്കളെ തുഞ്ചൻ പറമ്പ് തിരൂരാണ്. അപ്പൊ എഴുത്തച്ഛനെ കുറിച്ച് ആലോചിക്കും, ഇനി മഹാനായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ MTയുടെ സ്മാരകം വരുന്നതും ഇവിടെയാണ്, തുഞ്ചൻ പറമ്പ് തിരൂരാണ്. ലോകത്തെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ രണ്ടാമത്തെ തേക്ക്. ഇത് ചോദിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും അല്ലെ, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പഴക്കം ചെന്ന തേക്ക്? അല്ലെ ഏറ്റവും വലുതല്ല, ഏറ്റവും പഴക്കം ചെന്ന വലുതും പഴക്കം ചെന്നതുമായ തേക്ക്. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് ഒരു ഉത്തരം വന്ന് എനിക്കറിയാം. ആ തേക്കിന്റെ പേരൊന്ന് കമന്റ് ചെയ്ത് ഒരു ക്ലൂ ഞാൻ തരാം. എല്ലാവർക്കും അറിയാൻ എനിക്കറിയാം. പറമ്പിക്കുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം, ടൈഗർ റിസർവ് അല്ല, പറമ്പിക്കുളം അവിടെയാണ് അത് ഉള്ളത്. ചിലരെങ്കിലും നിലമ്പൂരേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലൂ തന്നത്. നിലമ്പൂർ തേക്കിൻതോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയല്ല ഞാൻ ഈ പറഞ്ഞ ലോകത്ത് ഏറ്റവും അല്ലെ പഴക്കം ചെന്നത്. ഇത് രണ്ടാമത്തതായതുകൊണ്ട് കപ്പയം തേക്കാണ്. കപ്പ അല്ല അല്ലെ, മരച്ചീനി അല്ല, കപ്പയം തേക്ക്. അതിരപ്പള്ളി പഞ്ചായത്തിലെ അരയക്കാപ്പ് ആദിവാസി സങ്കേതത്തിന് സമീപമുള്ള കപ്പയം നാരങ്ങത്തറ പ്രദേശത്താണ് ഈ തേക്ക് കാണപ്പെടുന്നത്. 2025 VT ഭട്ടതിരിപ്പാട് പുരസ്കാരം നല്ല വെറൈറ്റി ആയിട്ട് പഠിക്കുക. VT ഭട്ടതിരിപ്പാട് നിലമ്പൂർ ആയിഷയാണ്. VT ഭട്ടതിരിപ്പാട് കേട്ടോ. നിലമ്പൂർ ആയിഷമ്മ വട്ടത്തിൽ നിന്ന് തിരിയൊക്കെ വെച്ചു അങ്ങനെ ആലോചിക്കാം. നിലമ്പൂർ ആയിഷ. സൻസദ് ആദർശ് ഗ്രാം യോജന SAGYയുടെ കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് വെച്ചാൽ COES സ്ഥാപിച്ചത്. ഡ്രോണെ ഇപ്പൊ എപ്പോഴും കലഹം ഉണ്ടാകുന്ന സ്ഥലത്ത് ഡ്രോണ് പറത്തി നോക്കണം. ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ വേറെന്തൊരു കലഹം അടിപിടി ഉണ്ടാകുമ്പോൾ പോലീസ് ചിലപ്പോൾ ഡ്രോണ് പറത്ത് ആലോചിക്കാം അല്ലെ. അപ്പൊ സൻസദ് ആദർശ് ഗ്രാം യോജനയുടെ കീഴിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിച്ചത് എവിടെയാണ്? കലഹണ്ടി ഒഡീഷ. ഡ്രോൺ സെന്റർ ഓഫ് എക്സലൻസ് കലഹണ്ടി ഒഡീഷ. വിഴിഞ്ഞം തുറമുഖത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന എവിടെ ചോദിച്ചാൽ അത് പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖമാണ്. തിരുവനന്തപുരം. പഠിച്ചു വെച്ചേക്കണേ. വിഴിഞ്ഞം തുറമുഖത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന ഇവിടെ പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖം. ഇന്ത്യൻ എനർജി വീക്ക് 2025 തുടക്കമിട്ട ഇന്ത്യൻ നഗരമാണ് യശോഭൂമി ദ്വാരക ഡൽഹി. ഇന്ത്യൻ എനർജി വീക്ക് 2025 തുടക്കമിട്ട ഇന്ത്യൻ നഗരമാണ് യശോഭൂമി. നല്ല എനർജിയാണ്. കൃഷ്ണന്റെ കഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ കൃഷ്ണൻ കേൾക്കുമ്പോൾ ആ ഒരു എനർജി, ആ ഒരു ശക്തിയെ കുറിച്ച് ആലോചിക്കുക. യശോദ അല്ലെങ്കിൽ യശോ എന്നുള്ള പേര് ചിന്തിക്കുക അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുക? ദ്വാരക എന്ന് കേൾക്കുമ്പോൾ ഉണ്ണിക്കണ്ണന് ഓർമ്മ വരില്ലടാ. അപ്പൊ ദ്വാരക ഡൽഹി ഇന്ത്യൻ എനർജി വീക്ക് 2025. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖ പദ്ധതി നിലവിൽ വരുന്നത് പൊഴിയൂറാണ്. ജസ്റ്റ് അതൊരു ഇതുപോലത്തെ ഫാക്ട് അല്ല. ആക്ച്വലി തിരുവനന്തപുരം ജില്ലയില്
ഒരു വലിയൊരു തുറമുഖത്തിന് ഒരു തറക്കൽ കിട്ടും, അത്രയേ ഉള്ളൂ. പൊഴിയൂർ മത്സ്യബന്ധനം. അപ്പം കേരളത്തിലെ വലിയ രണ്ടാമത്തെ ഒന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വലിയ മത്സ്യബന്ധന തുറമുഖം ഒന്നും പറയാൻ പറ്റില്ല ആക്ച്വലി കേട്ടോ. 39ാമത് മൂലൂർ അവാർഡ് അർഹനായത് ഷാജി നായരമ്പലമാണ്. അപ്പൊ നോക്കൂ, മൂലൂർ. നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഷാജിപ്പാപ്പൻ, നിങ്ങൾക്ക് ആ സിനിമയൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ, ആട്. എന്താണെങ്കിലും നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നായനെ അമ്പലത്തിൽ പോകുമ്പോൾ മൂലക്കിൽ വെക്കണം നിലയ്ക്കാം, മൂലൂർ. അപ്പൊ മൂലൂർ അവാർഡ് കിട്ടിയത് ഷാജി നായരമ്പലം. 39ാമത് മൂലൂർ അവാർഡ് കിട്ടിയത് ഷാജി നായരമ്പലം. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? ഗുരുദേവഗീതം. പഠിച്ചു വെച്ചേക്കട്ടോ, അതാ ഇവിടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗുരുദേവഗീത. ഗീത എന്നാണ്, ഗീതം എന്നാണ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കേട്ടോ. ആക്ച്വലി ഗീതം എന്നില്ല, ഗുരുദേവഗീത. എന്താണ്? ഗുരുദേവഗീത എന്ന് പഠിച്ചു വെക്കുക. ഗുരുദേവഗീത എന്ന കാവ്യ സമാഹാരത്തിനാണ് അവാർഡ് കിട്ടിയത്. കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് ഷൈനി വിൽസൺ. ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ. അഞ്ജു ബോബി ജോർജും പി ടി ഉഷയും ഒക്കെ ഓപ്ഷൻ ഉണ്ടാവുകയെ. കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ഷൈനി വിൽസൺ ആണ്. പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണത്തിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക 4 ലക്ഷം രൂപയാണ്. പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണത്തിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക 4 ലക്ഷം രൂപയാണ്. ഫ്രഞ്ച് സന്ദർശന വേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത് ഡോക്രയാണ്. മക്രോൺ എന്നൊക്കെ കേൾക്കുമ്പേ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ അല്ല, അവിടെ ക്രാ വെച്ചിട്ട് പിടിച്ചു. മോദിജി വിചാരിച്ചു നമ്മുടെ ക്രാ കൊടുക്കാം. എന്ത് കൊടുക്കാം? ഡോക്ര കൊടുക്കാം. ഛത്തീസ്ഗഡിന്റെ തനത് കരകൗശല ഉൽപ്പന്നമാണ് ഡോക്ര. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പിക്ചർ നല്ല അടിപൊളിയായിട്ട് നോക്കുക, സൂം ചെയ്തിട്ടോ കേട്ടോ. ഡോക്ര US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം ലഭിച്ച മലയാളി. നേരത്തെ കേരളത്തിലെ ശാസ്ത്ര പുരസ്കാരം കിട്ടിയത് നമ്മൾ പറഞ്ഞിരുന്നു. ISROയുടെ മുൻ ചെയർമാൻ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാന്റെ പേര് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്, ഓർമ്മയുള്ള ഒരു കമന്റ് ചെയ്ത്, ഇസ്രോയുടെ 11ാമത്തെ ചെയർമാൻ. അപ്പൊ എന്താണെങ്കിലും മുൻ ചെയർമാനായ S സ്വാമിനാഥ് US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം ലഭിച്ചു. വന്യമൃഗ ആക്രമണം തടയാൻ വനാതിർത്തിയിലെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വ്യാപിപ്പിക്കാൻ വനം വകുപ്പ് ആലോചിക്കുന്ന സംവിധാനമാണ് മക്കളെ വിസ്റ്റ ക്ലിയറൻസ്. വിസ കിട്ടണം നമുക്ക് വിദേശത്ത് പോകണമെങ്കിൽ, അവിടെ എത്തണം അല്ലേ, അവിടത്തെ വിസയൊക്കെ ക്ലിയറൻസ് കിട്ടണം ആലോചിക്കും. വിസക്ക് ഒരു ക്ലിയറൻസ്, അതുപോലെയാണ് ഇത് വിസ്തരിച്ച് ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങോട്ട് വരില്ലേ, കാടിനോട് ചേർന്ന് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ മൃഗങ്ങൾ ഇങ്ങോട്ട് വരിക. അപ്പൊ അത്തരത്തിൽ വന്യമൃഗ ആക്രമണം തടയാൻ വന അതിർത്തിയിലെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വ്യാപിപ്പിക്കാൻ വനം വകുപ്പ് ആലോചിക്കുന്ന സംവിധാനമാണ് വിസ്റ്റ ക്ലിയറൻസ്. ആ ക്ലിയർ ആയി കൊടുക്കുക. കാടും നാടും ഒന്നിക്കുന്ന പ്രദേശങ്ങളിൽ വൃക്ഷങ്ങളും അടിക്കാടുകളും വെട്ടിത്തെളിച്ച് സംരക്ഷിക്കുന്ന രീതിയാണ് വിസ്റ്റ ക്ലിയറൻസ്. മദ്രാസ് IIT, അത് ഒരുപാട് പോയിന്റ് പറഞ്ഞിരുന്നു. അവിടെ രൂപം കൊണ്ട രാജ്യത്തിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് വില്ലയ്ക്ക് രൂപം നൽകിയ കമ്പനിയാണ് ട്വാസ്റ്റ എങ്ങനെ വേണമെങ്കിൽ അത് വായിക്കാം നമുക്ക്. അപ്പൊ ഞാനത് എന്ത് ചെയ്യാം, ഒരു 3D പ്രിന്റിംഗ് വില്ല ആയതുകൊണ്ട് ടീ വേസ്റ്റ് ആക്കാത്തൊരു വീടാണ് ആര് 3D പ്രിന്റിംഗ് വില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാട്ടോ. അപ്പൊ ടീ വേസ്റ്റ് ആക്കാതെ മദ്രാസ് IITയിൽ ആദ്യത്തെ 3D പ്രിന്റിംഗ് വില്ലയ്ക്ക് രൂപം നൽകി. ടീ വേസ്റ്റ് ആക്കണ്ട, ടീ എഴുതിയിട്ട് അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഇടുക. സെബി അഥവാ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് മിത്ര. മിത്രയല്ല അല്ലെ, നിങ്ങൾ ചില ഓൺലൈൻ സൈറ്റുകളെ പേര് മിന്ത്ര എന്നൊക്കെ തോന്നും, ഇത് മിത്രയാണ്. മിത്ര മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ട്രേസിംഗ് ആൻഡ് റിട്രീവൽ അസിസ്റ്റന്റ്, അതാണ് മിത്ര. സെബി അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് മിത്ര. സെബി. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് 3ാം സീസണിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന താരങ്ങൾ സജിന സജീവൻ, മിന്നുമണി, VJ ജോഷിത. ഇതൊക്കെ ഒരു ട്രിക്കായിട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങളും കണക്ട് ചെയ്യണം. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങൾ ഇത് ഓർത്ത് വെച്ചേക്കുക. 3 പേരുകൾ. 3ാമത്തെ സീസൺ IPL 2025 നടക്കുന്ന സമയത്ത് 3 പെൺകുട്ടികൾ. ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഉൾപ്പെട്ട ആദ്യ മലയാളി മിന്നുമണി അല്ലെ. രണ്ടാമത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ്, UAEയിൽ പോയിട്ട് കഴിഞ്ഞ വർഷം 2024 ലോക വനിതാ 2020 മത്സരത്തിൽ കളിക്കാൻ പോയ 2 മലയാളികളാണ്. ഒന്ന് ആശാ ശോഭനയും സജ്ന സജീവനും, അതിൽപ്പെട്ട സജ്ന സജീവൻ. മൂന്നാമത്തെ VJ ജോഷിതയാണ്. കഴിഞ്ഞ ക്ലാസ് ഫെബ്രുവരി മാസം ഞാൻ പഠിപ്പിച്ചിരുന്നു. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് നടന്നത് മലേഷ്യയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞില്ലേ. ആ ടീമിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് VJ ജോഷിത എന്ന് വെച്ചാൽ മലയാളിയാണ് കേട്ടോ. ഇന്ത്യൻ ടീമിൽ
ഉണ്ടായിരുന്ന അണ്ടർ-19 T20 ലോകകപ്പ് നടന്നല്ലോ വനിതകളുടെ മലേഷ്യയിൽ ഉണ്ടായിരുന്നു. ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല്. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത മെഡിക്കൽ ബയോ കെമിസ്ട്രി ശാസ്ത്രജ്ഞനും 1985 നോബൽ സമ്മാന ജൂറി അംഗവുമായ വ്യക്തിയാണ് മാധവ ഭട്ടതിരി. മാധവ ഭട്ടതിരി ബയോ കെമിസ്ട്രി ശാസ്ത്രജ്ഞനാണെന്ന് പഠിച്ചു വെക്കുക. 2025 ഫെബ്രുവരിയിൽ നിയമസഭ മരവിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രി രാജിവെച്ച കഥ. അപ്പൊ അതുകൊണ്ട് തന്നെ മണിപ്പൂരാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ. 2025 വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന് വേദി ദുബായിയാണ്. 2025 വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന് വേദി ദുബായിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൊൽക്കത്ത ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മലയാളിയായ ആധ്യാത്മിക ആചാര്യന്റെ പേരാണ് മക്കളെ ശ്രീ എം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൊൽക്കത്ത ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മലയാളിയായ ആധ്യാത്മിക ആചാര്യനാണ് ശ്രീ എം. കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ ഒരു പക്ഷേ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ONV പുരസ്കാരം മെയിൻ ആയിട്ട് നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കണം. കലാനിധി എന്നൊക്കെ പറയുമ്പോൾ കലാമേഖലയിൽ ONV സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് സിനിമയിൽ ഒരുപാട് ഗാനങ്ങൾ ONV സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം നമ്മുടെ മലയാളത്തിലെ അത്തരത്തില് ഗുരുതുല്യനായിട്ടുള്ള ഒരു ഗാനം ചെയ്ത സിനിമയിൽ കൈതപ്രം സാർ അല്ലെ. അപ്പൊ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ആലോചിക്കാം. കലാനിധി ട്രസ്റ്റിന്റെ ആണേ, പ്രത്യേകം ശ്രദ്ധിക്കണം. ONV പുരസ്കാരം കിട്ടി. അങ്ങനെയാണെങ്കിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാരം കൃത്യമായിട്ട് പഠിക്കണം. നമ്പൂതിരി അല്ലെ നാമം ജപിക്കും, ഇങ്ങനെ പുഷ്പമൊക്കെ ഇങ്ങനെ ചെവിയിൽ വെക്കൂലല്ലോ, എവിടെ വെക്കുക, എവിടെയെങ്കിലുമൊക്കെ വെക്കും. ഒരു നമ്പൂതിരിയെ നമ്മളെ മനസ്സിലേക്ക് കാണുമ്പോൾ ഒരു പുഷ്പമൊക്കെ അല്ലെ നമുക്ക് മനസ്സിലേക്ക് വരും ഓട്ടോമാറ്റിക്കലി. നമ്പൂതിരി എന്നൊക്കെ പറയും പുഷ്പം. അപ്പൊ നിയമം അല്ലെ നമ്പൂതിരി നാമം ജപിക്കുമ്പോൾ പുഷ്പമൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ മേത്ത്. നമ്മുടെ ചങ്ങാതി ആലോചിച്ചത് സമാധി, ഞാൻ പറയുന്നില്ല, സമാധി എന്ന് കേൾക്കുമ്പോൾ കിട്ടല്ലോ. അപ്പൊ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം നേടിയത് പൂർണ്ണമായിട്ടും പഠിക്കണം കേട്ടോ, ഒക്കെ പഠിക്കണം. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരരുത്. പൂർണ്ണ എഡ്യൂക്കേഷൻ കാരണം നമ്മുടെ മലയാളത്തില് അല്ലെ പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ ഇഷ്ടമുള്ള ഒരു ഗായികയുണ്ട്, KS ചിത്രയാണ്. ഇടക്കാലത്ത് ചെറിയ പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ വന്നെങ്കിലും ഇത്രയും നല്ലൊരു ക്യാരക്ടറാണ് അല്ലെ ചിത്രാമ്മയുടെ. അപ്പൊ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ പുരസ്കാരം കിട്ടിയ ചിത്രാമ്മയ്ക്ക്. ആർട്ടിസ്റ്റ് നമ്പൂതിരി, നേമം പുഷ്പരാജ്, മറക്കരുത്. അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി ഭാസ്കരൻ എന്ന് പറയുമ്പോൾ സംഗീതം, പി ഭാസ്കരൻ മാഷിന്റെ പേരില് പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രൻ. അപ്പൊ പി ഭാസ്കരൻ, പി ജയചന്ദ്രൻ. പൂർണ്ണ KS ചിത്ര. ആർട്ടിസ്റ്റ് നമ്പൂതിരി നേമം പുഷ്പരാജ്. ആരാണ്? നേമം പുഷ്പരാജ്. ഇതാണ് നേമം പുഷ്പരാജ്. പ്രതിരോധ ഇടപാടുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന ലോകത്തെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-35 R-37. നേരത്തെ പറഞ്ഞ 37 വയസ്സായി കഴിഞ്ഞാൽ അല്ലെ റഷ്യയുടെ കാര്യം പറഞ്ഞ. അപ്പൊ ആലോചിക്കുക പ്രതിരോധ ഇടപാടുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളൊന്നാണ് F-35. രാജ്യത്തെ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ ആദ്യത്തെ മാതൃകയാണ് മക്കളെ അഡ്വാൻസ്ഡ് മീഡിയം കോബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ അംക. 5ാം തലമുറ അംകി എന്നാലോചിക്കാം. 5ാം തലമുറ അംക. 2025 നടക്കുന്ന നാറ്റോയുടെ സൈനികാഭ്യാസമാണ് സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 2025. സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 2025. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനത്തിന്റെ പേര് HJT-36. വിമാനത്തിന്റെ പേര് യശസ്. എന്താണ്? യശസ്. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ HJT വിമാനത്തിന്റെ പേരാണ് യശസ്. 8ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന്റെ വേദി മക്കളെ മസ്കറ്റ് ആണ്. 8ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന്റെ വേദി മസ്കറ്റ്. അടുത്ത പോയിന്റ് നോക്കൂ കൂട്ടുകാരെ. വാഷിംഗ്ടണിൽ വെച്ച് നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദി ഭാരത് US ബന്ധത്തിൽ മുന്നോട്ട് വെച്ച പുതിയൊരു മുദ്രാവാക്യമുണ്ട്. ഇവരെ മച്ചാനമായതുകൊണ്ട് പലപ്പോഴും കണ്ടുപിടല്ലേ. മുമ്പ് ട്രംപ് ഇവിടെ വന്നിരുന്നു ഇന്ത്യയിൽ, ഓർമ്മ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കൂ, ഒരു ഡയലോഗ് കൃത്യമായിട്ട് നോട്ട് വെച്ച് പഠിച്ചേക്കുക. മാഗ പ്ലസ് മിഗ ഈസ് ഈക്വൽ ടു മെഗാ. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേർക്ക് ഞാനിങ്ങനെ പഠിപ്പിച്ച രസകരമായ ഒരു കാര്യമൊക്കെ ഓർമ്മ വന്നു. അവർക്കത് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് എനിക്ക് അറിയത്തില്ലടാ. അതായത് ഞാൻ പറഞ്ഞു നോക്കാം. മാങ്ങാക്കറി അമേരിക്കക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാക്കറി
എന്നാൽ നമ്മളെ ഇന്ത്യക്കാർക്ക് നല്ല മീൻകറി കൂട്ടിയാൽ അങ്ങോട്ട് ശരിയാവും. മോദിജിക്ക് അങ്ങനെ പഠിച്ചു വെക്കാൻ പറയാട്ടോ. അപ്പൊ മാങ്ങാക്കറി അമേരിക്കയും മീൻകറി ഇന്ത്യയും കൂടി ഇവർ രണ്ടുപേരും കൂടി നല്ല സംസാരിച്ച് ചായ കുടിച്ചപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞത് മെഗാ ഹിറ്റായി. ആ അമേരിക്കയുടെ മാങ്ങാക്കറിയും ഇന്ത്യയുടെ മീൻകറിയും കൂടി കൂട്ടിയിട്ട് അടിപൊളിയാടാ, അടിച്ചു പൊളിച്ചൊരു ഫുഡ് അങ്ങോട്ട് കഴിച്ച മെഗാ കുശാലായി. അപ്പൊ മാഗ പ്ലസ് മിഗ ഈസ് ഈക്വൽ ടു മെഗാ കിട്ടിയോ? അവിടെയാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് അമേരിക്കയുടെ വികസനമായ മാഗ. മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് ഇന്ത്യയുടേത്, അതായത് മിഗ. അതെല്ലാം കൂടി കൂടുമ്പം മാഗയും മിഗയും കൂടി ചേരുമ്പോൾ ആ അഭിവൃദ്ധിക്കായുള്ള മെഗാ പങ്കാളിത്തം രൂപപ്പെടുന്നു. കണ്ടില്ലേ? മഗ പ്ലസ് മിഗ. എന്ത് ചിരിയാണ് നമ്മുടെ മോദിജിയുടെ അല്ലെ. ട്രംപ് വളരെ ഗൗരവത്തിലാണ്. മൂപ്പര് അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ട്രംപേട്ടൻ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഊഷ്മള ബന്ധം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ളത് ഓർത്തു വെച്ചേക്കുക. മഗ പ്ലസ് മിഗ ഈസ് ഈക്വൽ ടു മെഗ. ദാ നോക്കൂ, ക്ലാസ് തീരാൻ പോവാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം. നിങ്ങൾ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാ ഇന്ത്യയിലെ ആദ്യത്തെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഒരു 100 പേരെങ്കിലും ഇത് കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കും. ഇത്രയും നേരം ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ ഇതിനെ തുടർച്ച എടുക്കൂല, ഞാൻ അങ്ങനെ തന്നെ പറയാം. കാരണം നിങ്ങൾ പറയും സാർ ക്ലാസ് നിർത്തിപ്പോയെന്നൊക്കെ. യൂട്യൂബിൽ നിങ്ങൾ കമന്റും ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് എടുക്കാനൊരു ആവേശം. ഇത്രയും നേരം ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ എല്ലാവരും ഇത് കമന്റ് ചെയ്യണം ഇതിന്റെ ആൻസർ. 100 പേര് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ.